അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സാധ്യമാവിധം അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാനിൻ്റെ അവസാനത്തെ 10 കടന്നു പോവുകയാണ് നമ്മൾ. ഏറെ 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 വിലപ്പെട്ട ദിവസങ്ങളാണിത്. ഏറെ പ്രധാനമുണ്ട് ഈ ഓരോ ദിവസങ്ങൾക്കും. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ അവസാനത്തേക്ക് പ്രവേശിച്ചാൽ ഇദാ ദഖലൽ അശ്ർ അഹ്യൽ ലൈല വഅയഖല അഹ്ലഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയെ സജീവമാക്കും, തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തും. വശദ്ദൽ മിഅ്സർ, തൻ്റെ അരമുണ്ട് മുറുക്കി ഉടുക്കും. തയ്യാറായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയിരുന്നു. കാരണം അനുഗ്രഹീതമായ രാവ് ഒറ്റയൊറ്റ രാവുകളിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യമേറിയ രാവ് ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് സമ്പാദിക്കുവാനുള്ള ഒരസുലഭ അവസരമാണ്. അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഞാൻ എന്തു പറയണം, എന്തു ചോദിക്കണം എന്ന ആയിഷ ബീവി നമ്മുടെ ഉമ്മാന്റെ ചോദ്യത്തിന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, എന്താണ് ആ പ്രാർത്ഥന? എന്തുമാത്രം ഗൗരവത്തോടെയുള്ള പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകാൻ നിനക്ക് ഏറെ ഇഷ്ടവുമാണ്. ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പുതാ, നീ എനിക്ക് മാപ്പ് നൽകണമേ റബ്ബേ എന്ന വല്ലാത്ത പ്രാർത്ഥന. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരേണ്ട പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മുടെ ഉമ്മ ഹൃദയം തുറന്ന് റഹ്മാനായ റബ്ബിനോട് തേടി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു. മുൻഗാമികളായ സഹാബിവര്യന്മാരും താബീങ്ങളും തബഉ താബീകളും സലഫുകളും ഈമാനികമായ ആവേശത്തോടുകൂടെ റബ്ബിൽ നിന്ന് മാപ്പ് ലഭിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ മാപ്പിന് വേണ്ടി കീണ് തേണ് പ്രാർത്ഥിച്ച അവരായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് റമദാനിൻ്റെ അവസാനത്തെ 10 പ്രത്യേകിച്ച് ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദർ സ്വന്തമാകണം, അത് നേടണമെന്ന അടങ്ങാത്ത ആഗ്രഹവും പൂതിയും നമുക്കുണ്ട് എങ്കിൽ റമദാനിൻ്റെ അവസാനത്തെ രാവുകളിലെ ഒറ്റ രാവുകളെ സജീവമാക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ പാരായണത്താലും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടും അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിൽ വീണുകൊണ്ടും നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചുകൊണ്ടും വിലപ്പെട്ട ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക. ആ ഉപയോഗപ്പെടുത്തുവാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത് വല്ലാത്ത അവസരമാണ്, അസുലഭമായ അവസരമാണ്, ഏറെ 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 പുണ്യകരമായ രാത്രിയാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം 1000 മാസത്തേക്കാൾ പുണ്യമേറിയ ആ രാവിൻ്റെ പുണ്യം നേടാൻ റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ റമദാനുകളിൽ ആ പുണ്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചവരിൽ ഞങ്ങളെ അംഗങ്ങളാക്കുമാറാകണമേ. ഈ റമദാനിലും ഈ മഹാസൗഭാഗ്യം സിദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തുമാറാകണമേ. നിന്റെ അനുഗ്രഹീത ദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ, ഞങ്ങളുടെ രക്ഷിതാക്കളെ, ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഉറ്റവരെ ഉടയവരെ നീ ചേർത്ത് പിടിക്കണമേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.